യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഏജന്റാണ് സാബു ജേക്കബ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബി ജെ പിക്ക് തനിച്ചു വളരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സംവിധാനങ്ങളെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് വളരാൻ കഴിയുമോ എന്ന ബി ജെ പിയുടെ പരീക്ഷണത്തിന്റെ കേരളത്തിലെ ഏജന്റ് ആയിരുന്നു സാബു ജേക്കബ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സംശയം വേണ്ട, കേരളത്തിന്റെ ജനത വളരെ മതനിരപേക്ഷപരമായി ചിന്തിക്കുന്നവരാണ്. അവർ ഈ നീക്കത്തെ ശക്തിയായി ചെറുത്തു തോൽപ്പിക്കുന്നതിന് ആവശ്യമായ സമീപനം സ്വീകരിക്കും. ഇപ്പൊ സാബു ജേക്കബ് പറഞ്ഞത് അഴിമതി വിരുദ്ധ പോരാട്ടത്തിലാണ് 2020 അണിചേരുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. ഇപ്പൊ പോയിട്ടുള്ളത് ബി ജെ പിയുടെ പാളയത്തിലേക്കാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ കൂട്ടാണ് ബി ജെ പിക്കാർ എന്നതാണ്. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് സുപ്രീം കോടതി തന്നെ ആശ്ചര്യത്തോടെ നമ്മുടെ നാടിനോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി ഔദ്യോഗികമായി തന്നെ എങ്ങനെ അഴിമതി നടത്താമെന്ന് നമ്മുടെ രാജ്യത്തെ കാണിച്ചു കൊടുത്ത ബി ജെ പിയുടെ പാളയത്തിലേക്കാണ് ഇപ്പോ 2020 പോയി കയറിയിട്ടുള്ളത് എന്നതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്നലകളില്ലാത്ത രൂപത്തിലുള്ള മതപരമായ കലാപങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുന്ന കാലമാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ ക്രിസ്തുമസിന് പോലും ഈ കേരളത്തിലും രാജ്യത്തും അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിയത് ആരായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടു. ലോകമാകമാനം ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്തും ഇന്ത്യയിൽ ക്രിസ്തുമസിന് അവധിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ബി ജെ പി സംസ്ഥാനങ്ങളെയും ഭരണകർത്താക്കളെയും നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്കൊപ്പമാണ് 2020 ചേരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ചേരാൻ പറ്റുന്ന കൂട്ടരോടൊപ്പം തന്നെയാണ് സാബു ജേക്കബ് ചേർന്നിട്ടുള്ളത്. സാബു ജേക്കബിന്റെ രാഷ്ട്രീയത്തിലെ അടിമുടി നമുക്ക് നോക്കിയാൽ തികഞ്ഞ ഫ്യൂഡൽ മനോഭാവം കാണാൻ കഴിയും. ഫ്യൂഡൽ രാഷ്ട്രീയത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ബി ജെ പിയോടൊപ്പം ചേരുക എന്നുള്ളത് ഏറ്റവും അനുയോജ്യമായ ചേരൽ തന്നെയാണ് 2020 ചെന്ന് ചേർന്നിട്ടുള്ളത്. പക്ഷേ ജനത ഇത് നല്ലവണ്ണം മനസ്സിലാക്കും. ഒരു സംശയം വേണ്ട, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇനി ഈ രൂപത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് 2020 ബോധ്യമായിട്ടുണ്ട്.